ഹലോ, നമസ്കാരം. ഞാൻ രഞ്ജിത്ത് തിലകൻ. NR ഹോമിന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തടിപ്പണി ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. എല്ലാവർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പണി പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. അപ്പോൾ ഇതെന്താണ് എന്ന് പറയാൻ, നമ്മളെല്ലാവരും മഹാരം പണി ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഒരു മഹാരം വരയ്ക്കാനുള്ള ഒരു മെത്തേഡാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് മഹാരം വരയ്ക്കാനായിട്ട് പല മാർഗങ്ങൾ നമ്മൾ ഉപയോഗിക്കും. മഹാരം മട്ടമുണ്ട്, കണപ്പ് മട്ടമുണ്ട്, മഹാരം വരയ്ക്കുന്ന ചരിവ് മട്ടമുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മഹാരം വരയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ സെക്കൻഡ് കൊണ്ട് മഹാരം വരയ്ക്കാവുന്ന ഒരു ചെറിയൊരു മട്ടം നമുക്കിന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മട്ടം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ഒരു ചെറിയ 6mm പ്ലൈവുഡ് ആണ്. അപ്പോൾ ഈ പ്ലൈവുഡ് ഏതൊക്കെ രീതിയിലാണ് കട്ട് ചെയ്ത് നമുക്ക് മഹാരം മട്ടം ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ഒരു 7 ഇഞ്ച് വീതിയിൽ ഇത് കണ്ടിക്കാം. ഇതിനിപ്പോൾ ഞാൻ വേസ്റ്റ് പ്ലൈവുഡ് അടുത്തേക്ക് നമുക്ക് ഈ ഒരു ആവശ്യമേ ഉള്ളൂ. മഹാരം മട്ടത്തിൻ്റെ വരയ്ക്കാനായിട്ട് നമുക്കൊരു മട്ട ആവശ്യമാണ്. നമ്മൾ നെറ്റി ഉപയോഗിക്കുന്ന മട്ടം മതി. അപ്പോൾ അതെടുത്ത് നമ്മൾ മഹാരം വരയ്ക്കാൻ എടുക്കുകയാണ്. നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ കറക്റ്റായിട്ട് നോക്കിക്കോ. ഈ ഒരു മെത്തേഡ് കറക്റ്റ് മഹാരമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഈ മഹാരം വരയ്ക്കാനായിട്ട് ഞാൻ പഠിച്ചതിൽ വെച്ച് ഏറ്റവും എളുപ്പമാർഗവും മഹാരം പക്ക ക്ലിയറുമായിരിക്കും ഇങ്ങനെ മഹാരം വരച്ചെടുക്കുന്നത്. അപ്പം ഇതിനൊക്കെ ചെയ്യാൻ ശ്രമിക്കാൻ പറ്റുമെങ്കിൽ അതിനൊക്കെ നോക്കുക. ഇനി നമ്മൾ ആ ചതുരത്തെ മഹാരമായി മാറ്റുക. കറക്റ്റ് നമ്മൾ കൈ തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വരയിലും അത് തന്നെ പോവും. അതുകൊണ്ട് കറക്റ്റായിട്ട് മൂലയോട് മൂല അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ വരച്ചെടുക്കാൻ ശ്രമിക്കുക. അതേമാതിരിയിട്ട് നമ്മൾ ഇപ്പുറത്തും കൂടി അങ്ങ് സെറ്റ് ചെയ്യണം. അതേപോലെ മൂലയോട് മൂല കറക്റ്റായിട്ട് ഇത് മറിക്കുക. കഴിവതും ഒരു മില്ലിക്ക് പോലും തെറ്റാതിരിക്കാൻ ശ്രമിക്കണം. തെറ്റി കഴിഞ്ഞാൽ നമ്മൾ ആ മട്ടം എങ്ങനെയാവുമോ അത് കണക്കായിരിക്കും നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കിലും അത് കണക്ക് മിസ്റ്റേക്ക്. അതുകൊണ്ട് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആ തിരുത്തി അത് ക്ലിയർ ആക്കി ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഇത് കറക്റ്റായി കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും മഹാരം വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഞാൻ വളരെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു പീസാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലൊരു പീസ് കുറച്ച് നാളെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ആംഗിളിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വരയ്ക്കണമെങ്കിൽ വേറൊരു പണി കൂടി ചെയ്യണം, എങ്കിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പീസ് കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ബേക്കിൽ ഒരു ചെറിയ അരയിഞ്ചിൻ്റെ പീസ് പട്ടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്.
നമുക്ക് ഈ വാലൂടെ മുറിച്ച് കളയാം. ഞങ്ങൾ മഹാരം വരയ്ക്കുന്ന മട്ടം വളരെ എളുപ്പത്തിന് സിമ്പിളായി ഞാൻ ഒരു വേസ്റ്റ് പീസിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉപയോഗം നിങ്ങളാരും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളാരും ചിന്തിക്കുന്നതിന് അപ്പുറത്തുള്ള ഉപയോഗമാണ്. കാരണം നിസ്സാരം ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആവുന്ന ഒരു ചെറിയ മട്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ഈ ഒരു ചെറിയ വീഡിയോ ആക്കി ഇറക്കാൻ കാരണം തന്നെ നമ്മൾ എത്ര വർക്ക് അറിയാവുന്ന ഒരാളായാൽ പോലും ശരി, ചില സമയങ്ങളിൽ ചില വർക്ക് ഞങ്ങൾ മറന്നുപോകും. അപ്പോൾ ഞാൻ ഒരുപാട് വർഷം കൊണ്ട് അച്ഛനെ എൻ്റെ കൂടെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. എന്നെ പണി പഠിപ്പിച്ച ആളാണ് അച്ഛൻ. പക്ഷേ ചില കാര്യങ്ങൾ പ്രായത്തിൻ്റെ ഇത് വെച്ചിട്ടും വർക്കിൻ്റെ ഇത് വെച്ചിട്ടും പലരും മറന്നുപോകും. അത് കണക്ക് അച്ഛനും മറന്നുപോയി. അപ്പോൾ ഞാനൊരു ചെറിയ ഒരു ഫ്രെയിം എടുത്തിട്ട് അച്ഛനത് മഹാരം വെട്ടി കയറ്റി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കക്ഷി കുറച്ച് നേരം ആലോചിക്കുകയും അത് മഹാരം വരയ്ക്കാനായിട്ട് മട്ടം എടുത്ത് വെച്ചിട്ട് അവിടെ പോയിന്റ് ചെയ്യുന്നു, ഇവിടെ പോയിന്റ് ചെയ്യുന്നു, എന്നിട്ട് വരയ്ക്കുന്നു. അപ്പോൾ 2-3 പീസ് കുത്തി കൊള്ളിച്ചപ്പോഴും നല്ലതുപോലെ വിടവായി. അപ്പോൾ കക്ഷിക്ക് വർക്ക് ചെയ്തിട്ട് അത് ശരിയാവാത്തതുകൊണ്ടുള്ളൊരു വിഷമമുണ്ട്. അപ്പോൾ പുള്ളി ഇരുന്ന് നല്ല രീതിയിൽ ഇങ്ങനെ ഇതാവുന്ന മഹാരം വരച്ചിട്ട് ശരിയാവുന്നില്ലല്ലോ, നീ ഒന്ന് ശരിയാക്കുക എന്ന് പറഞ്ഞ് എൻ്റെ ഏൽപ്പിക്കുകയും. അപ്പോൾ നമ്മൾ മറ്റൊരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആരായാൽ പോലും ശരി, നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ജോലിയുടെ മൊത്തത്തിലുള്ള ഒരു സമയക്രമത്തെ അത് ബാധിക്കും. അപ്പം നമ്മൾ ആരെയും കുറ്റം പറയുകയല്ല. ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വർക്കുകൾ നമ്മൾ എത്ര നല്ല വർക്ക് ചെയ്തിട്ടുള്ളവരായാൽ പോലും ശരി, ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് നമ്മളെ വർക്കിനെ അത് പ്രായം നല്ലതുപോലെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നവരായാലും ശരി, പല വർക്കുകൾ നമുക്ക് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. കൈ നമുക്ക് ആ ഒരു ഇത് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ അവർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഇങ്ങനെ ഞാനൊരു പീസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇത് ഞാൻ പറഞ്ഞു ഒരുപാട് പീസുകൾ മഹാരത്തിൻ്റെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫ്രെയിമിനുള്ളിലേക്ക് മഹാരം കട്ട് ചെയ്ത് കയറ്റാനായിരുന്നു വേണ്ടിയിട്ടായിരുന്നു ഞാനങ്ങനെ. അതായത് ആ സമയത്ത് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു മട്ടം ഉണ്ടാക്കി കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛൻ നോക്കണ്ട, ഇതെടുത്ത് വെച്ച് വരച്ച് കറക്റ്റ് കട്ട് ചെയ്ത് കയറ്റിയായിരുന്നു പറഞ്ഞു. വിചാരിക്കുമ്പോൾ ഒരു 10-25 ഫ്രെയിമിനകത്ത് നമുക്ക് 4-8 സൈഡിലേക്കും മഹാരം പീസ് കട്ട് ചെയ്ത് അടച്ച് കയറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇത് കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചിന്തിക്കേണ്ട, നോക്കേണ്ട കാര്യമില്ല. ഇതെടുത്ത് വെക്കുക, പടപട വരച്ച് കൊട്ടെ കണ്ടിപ്പ് കറക്റ്റ് നമുക്ക് വിടവൊന്നും വരാതെ ആ പീസിനകത്ത് കയറ്റാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഉള്ളൊരു ചെറിയ മട്ടമാണ്. ഇത് പലർക്കും അറിയാൻ പറ്റും, പക്ഷേ ഇത് ഈ പറയുന്നത് പോലെ ചില സാഹചര്യങ്ങളിൽ എല്ലാവരും മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് കരുതിയാൽ മതി. അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചെറിയ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ ഇടാനും ഞാൻ ഇട്ടത് കൊണ്ട് ഉപയോഗമുള്ളൂ. അപ്പം നിങ്ങളിലേക്ക് വീണ്ടും എത്താനായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പോൾ ഇതെങ്ങനെയാണ് വരയ്ക്കുന്നത്, ഇതിൻ്റെ മെത്തേഡ്, വരയ്ക്കുന്ന രീതി ഇതാണ്. അപ്പം നമ്മളൊരു ഫ്രണ്ട് ഡോറിൻ്റെ ചട്ടമോ അല്ലെങ്കിൽ അത് കണക്ക് എന്തെങ്കിലും മഹാരം ചെയ്യുന്ന കാര്യമായാൽ പോലും ശരി, നമ്മൾ ആദ്യം ഒരു ലോഡ് വരയ്ക്കുക. അതിനോട് ചേർത്ത് നമ്മൾ ഏത് സൈഡിലോട്ടാണ് മഹാരം വരയ്ക്കുന്നതും സിമ്പിൾ, വളരെ ഇത്രയും സെക്കൻഡ് കൊണ്ട് നമുക്ക് ഇതിലും ചെറിയൊരു ഇതിലും എളുപ്പത്തൊരു മാർഗം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് എടുത്തു വയ്ക്കുക, ഒറ്റ വരപ്പ്. ഇത് കറക്റ്റ് മഹാരമായിരിക്കും, 45 കറക്റ്റ് 45 ആയിരിക്കും, ഒരു മാറ്റവുമില്ല. ഈ വീതി തന്നെ ആയിരിക്കും ഇവിടെ വരുന്നത്. അത് നമ്മൾ ചെയ്യുന്ന ഈ ഒരു മട്ടത്തിനനുസരിച്ച് നമുക്ക് വലിയ മഹാരമൊക്കെയാണ് ചെയ്യണമെങ്കിൽ ഇതിനനുസരിച്ച് നിങ്ങൾ കൂട്ടിയെടുത്താൽ മതി. ഇതിപ്പം ഈ 6 ഇഞ്ചിനുള്ളിൽ എത്ര ചെറിയ അളവ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. 1/2 ഇഞ്ച് റീപ്പർ വേണമെങ്കിൽ നമുക്ക് മഹാരാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ്. ഇതിന് ഓപ്പോസിറ്റ് ആണെങ്കിൽ എടുത്ത് ഇങ്ങനെ വയ്ക്കുക, തിരിച്ചു വയ്ക്കുക, കറക്റ്റ് മഹാരം വരയ്ക്കുക. ഇതിനുള്ളിൽ ഏത് അളവാണെങ്കിലും, ഒരു വലിയൊരു അളവാണ് നിങ്ങൾക്ക് വന്നാൽ പോലും ശരി, ഇതിൻ്റെ ഒരു വലിയ പീസ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഏത് ചെറിയ അളവായാൽ പോലും ശരി, ഒരു 4 ഇഞ്ച് ഒരു നൂലായാൽ പോലും ശരി, നമുക്ക് ഈ ഒറ്റ മട്ടം മതി. ഒരു നൂലോട്ടോ മുകളിലോട്ടോ ഏതൊരളവിലോട്ട് വേണമെങ്കിലും ഈ ഒരു മഹാരം മതി. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനൊരു മട്ടം നിങ്ങൾ ഉണ്ടാക്കി കയ്യിൽ വെക്കുക. ഇത് കണക്കിപ്പോൾ ഞാനിപ്പം അച്ഛന് വേണ്ടിയിട്ടാണ് ഇതൊന്നും ഉണ്ടാക്കി കൊടുത്തത്. അപ്പോഴാണ് നിങ്ങളെ മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക എന്ന് വിചാരിച്ചത്. അപ്പം ഇതിനൊക്കെ വർക്ക് അറിയാത്തവർക്കായാലും പുതിയതായിട്ട് വർക്ക് പഠിക്കുന്നവർക്കായാലും ശരി, മഹാരം വരയ്ക്കുന്നതിനെ കുറിച്ച് ഇനിയിപ്പോൾ ടെൻഷൻ ആർക്കും വേണ്ട. ഇതിനൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വർക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ, ചെറിയ വീഡിയോ ആണ്, ഇതൊരു വലിയ ലെങ്തൊന്നുമില്ല. അപ്പോൾ ഈ എൻ്റെ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. വീണ്ടും പറയുന്നു, ഒന്നുകൂടി പറയുകയാണ്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്ന, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും കൂടിയാണ് പറയുന്നത്. നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഒരുപാട് സന്തോഷമായി. കാര്യം എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നത് കൊണ്ട്. പിന്നെ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും എനിക്ക് വേണം. അതുമാതിരി തന്നെ എനിക്ക് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ കണ്ടിട്ട് പല സുഹൃത്തുക്കളും പല സ്ഥലങ്ങളിൽ നിന്ന് തന്നെ വിളിക്കാറുണ്ടായി. കാര്യം വർക്കിനെ കുറിച്ചും വർക്കില്ലായ്മയെക്കുറിച്ചും
വർക്കുള്ളതിനെ കുറിച്ചും നമ്മളെ ഈ നാട്ടിലെ, അതായത് കൊല്ലം ജില്ലയിലെ തിരുവനന്തപുരം ജില്ലയിലെയും ബോർഡറാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ പണിയുടെയും പണി രീതിയെക്കുറിച്ചൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ പല സ്ഥലത്തു നിന്നും വിളിച്ച് കാര്യങ്ങൾ തിരക്കാറുണ്ട്. അപ്പോൾ അവർ വർക്കില്ലായ്മയെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരായാലും ശരി, ഏത് സുഹൃത്തുക്കളായാലും ശരി, ഒരുപാട് വർക്കുള്ളവർ, ഇല്ലാത്തവർക്ക് കൂടി വർക്ക് കൊടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്നെ ഒരുപാട് സുഹൃത്തുക്കൾ വിളിക്കുന്നുണ്ട്. ഞാൻ പലർക്കും എനിക്കറിയാവുന്ന കോൺട്രാക്ടർമാരുടെ നമ്പറൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വർക്ക് ഇല്ലാത്തവരൊക്കെയാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ, വർക്ക് പുറത്തു പോകാൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും ഒക്കെ നോട്ട് ചെയ്യുക. കാര്യം വർക്കിന് എന്താവശ്യമായാലും എന്തെങ്കിലും ഡൗട്ടുകൾ എനിക്കറിയാവുന്നതാണ്, ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ എനിക്കൂടെ പറഞ്ഞു തരിക. അത് കണക്ക് തന്നെ വർക്കില്ലായ്മയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ പല സ്ഥലങ്ങളിലേക്കും ഈ വീഡിയോ പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് വർക്കില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണെങ്കിൽ, വർക്കിന് ആളെ വേണമെങ്കിലും നിങ്ങൾ ഈ നമ്പറിൽ നോട്ട് ചെയ്യുക. അപ്പം ഞാൻ നിങ്ങളെയും കൂടി ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. കാര്യം വർക്കില്ലാത്ത ഒരാളാണെങ്കിൽ വർക്കുള്ളവരിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കാം. അപ്പം നിങ്ങൾക്ക് ഒരു ചെറിയ ഉപകാരമാകും. അപ്പം ഇതൊക്കെയാണ്. ഓക്കെ.